ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എസ്ഐയെ പേടിച്ച് മോഹിനിയോടെ മയത്തിൽ സംസാരിക്കുന്ന മുത്തശ്ശിയോട് ഇങ്ങനെ എന്നോട് പെരുമാറിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നും ഇനി എൻ്റെ ദേഹത്ത് അമ്മയും മോനും കൈവച്ചാൽ ആ എസ്ഐയെ ഞാനൊന്ന് വിളിച്ചാൽ മതി, നിങ്ങൾ പിന്നെ പുറം ലോകം കാണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ശേഷം അവളുടെ മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കാൻ എനിക്ക് വയ്യ പ്രതാപ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇനി മോഹിനിയെ തല്ലുകയും കൊല്ലുകയൊന്നും വേണ്ട, അവൾ വാവിട്ട് നിലവിളിക്കുന്ന നമുക്ക് കാണാം. നമുക്ക് നേരിട്ട് ഈ അപമാനത്തിന് ഞാൻ പ്രതികാരം ചെയ്യും അമ്മേ. ഞാൻ ആണാണെങ്കിൽ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് ഭ്രാന്തെടുത്തതുപോലെ പ്രതാപൻ അലറുമ്പോൾ എന്ത് ചെയ്താലും വേണ്ടില്ല, തെളിവുണ്ടാകാതെ വേണം എല്ലാം ചെയ്യാനെന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മ ഇനി ഒന്നിലും ഇടപെടണ്ട, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഇന്ന് രാത്രി ചിലതൊക്കെ ഇവിടെ നടക്കും അമ്മേ. മോഹിനി വാവിട്ട് നിലവിളിക്കുന്നത് നമുക്ക് കാണാമെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഇതിലും അബദ്ധം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ മേഘനയും നിന്നെയും പിന്നെ നിൻ്റെ മരുമോനെ പോലെ പേര് വിളിക്കേണ്ടി വരും മണ്ണുണ്ണി എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പ്രതാപനോട്. പിന്നീട് മാർക്കോയും കണ്ട് ലോപ്പസ് മേഘന് കിടക്കുന്ന മുറിയിലേക്ക് വരുന്നു. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ തന്നെ എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കരയാണ് സീമന്തിനി. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഇനി ഞാനായിട്ട് ഇവനെ എന്തു ചെയ്യാനാണെന്നും, പക്ഷേ ഇവൻ ഈ കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ദിവസം എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ ഇവനോട് കണക്ക് തീർക്കും. ഇവനെ പോലൊരു മകന് ജന്മം നൽകിയ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യഹീനയായ സ്ത്രീ. സൂക്ഷിച്ചില്ലെങ്കിൽ ഇവൻ പണത്തിന് വേണ്ടി സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വരെ ജീവനെടുക്കും. തുടർന്ന് എടാ മേഘ, നീ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെയാണ് നീയപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയാൽ ശിഷ്ടകാലം സമാധാനത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മാർക്കോ ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നു. പിന്നീട് പ്രതാപനാണെങ്കിൽ തനിക്കും അമ്മയ്ക്കും ഏറ്റ അപമാനത്തിൻ്റെ പ്രതികാരം എന്നോണം മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ രാത്രി തന്നെ ചതി നടപ്പിലാക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരാൾ പ്രതാപനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ അയാളോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള ഒരുത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ് നീ ഇല്ലാതാക്കേണ്ടത്. അതിനുവേണ്ടി നീ അവൾ താമസിക്കുന്ന വീട്ടിൽ ഈ രാത്രി തന്നെ ചെല്ലണം. അവിടെ ഇഷ്ടം പോലെ പലഹാരം അവളുടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതിൽ നീ ഈ വിഷം കലർത്തണം. തുടർന്ന് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ആ ബോട്ടിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ തേനിലാണ് വിഷപ്പൊടി കലർത്തിയിരിക്കുന്നത്. ഇത് പതുക്കെ ആ പലഹാരത്തിലേക്ക് ഒന്ന് തൂത്തു കൊടുത്താൽ മാത്രം മതി. പുറകുവശത്തെ വാതിലൂടെ നിനക്ക് അകത്ത് കയറാം. എല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കുന്നതിൽ കൂടുതൽ പണം ഞാൻ നിനക്ക് തരും. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ വേണം നീ ഇത് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് പ്രതാപൻ. അങ്ങനെ അയാൾ ആ രാത്രി തന്നെ പുറകുവശത്തുകൂടി അടുക്കളയിൽ കയറി മോഹിനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പലഹാരത്തിലെല്ലാം മൊബൈലിൻ്റെ ടോർച്ച് ഓൺ ചെയ്തുകൊണ്ട് പലഹാരത്തിലെല്ലാം ആ വിഷപ്പൊടിയിട്ട് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് ലേഖ അടുക്കളയിലെത്തി അപ്പോൾ കോഫിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതേ സമയം മഹി അവിടേക്ക് വരുന്നുണ്ട്. മഹിയെ കാണുന്നതും ഞാൻ കോഫി ഇട്ടുകൊണ്ട് മുറിയിലേക്ക് വരുമായിരുന്നല്ലോ എന്ന് ലേഖ ചോദിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാനും സഹായിക്കാൻ കേട്ടോ. ലേഖയെ കൊണ്ട് എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ച് വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മഹി പറയുമ്പോൾ ഇപ്പോൾ മഹി ഒന്നും ചെയ്യണ്ട, അതിനുള്ള അവസരം ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. ഇതേ സമയം തന്നെയാണ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയ പലഹാരങ്ങളാണ് മഹിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അത് കണ്ട് മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മഹിയുടെ. അമ്മ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ പലഹാരങ്ങളാണ്. ഇന്നലെ ആ ഒരു തിരക്ക് കാരണം എല്ലാം ഒന്ന് രുചിച്ച് നോക്കാൻ പോലും പറ്റിയില്ല. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ എത്ര കഴിച്ചാലും മടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹി ആ പലഹാരങ്ങളെല്ലാം കഴിക്കാനായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇതേ സമയം തന്നെയാണ് മഹിയെയും ലേഖയെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. അതായത് അനന്തു അടുക്കളയിലേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, മഹി ആ പലഹാരം കഴിക്കരുത്. അതിൽ ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ കയറിയ ആരോ ഒരാൾ വിഷം കലർത്തിയിട്ടുണ്ട്. ഇവിടെ CCTV ഉണ്ടെന്ന് അറിയാതെയാണ് അവനത് ചെയ്തത്. അവനെ പറഞ്ഞു വിട്ടത് ആരായാലും അവർക്കും അത് അറിയാതെ പോയി. ഏതായാലും നമുക്കത് ഉപകാരമായി. കൈയോടെ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് അനന്ത് പറയുമ്പോൾ ആ ഒരു ഞെട്ടലിൽ മഹിയുടെ കയ്യിൽ നിന്നും ആ പലഹാരത്തിൻ്റെ ടിന്നെല്ലാം താഴെ വീഴുന്നുണ്ട് കേട്ടോ. ആ പ്രതാപൻ അയാൾ തന്നെയായിരിക്കും ഇതിന് പുറകിലെന്ന് അനന്ത് പറയുമ്പോൾ അതിലെന്താ അനന്തുവേട്ടാ സംശയിക്കാൻ? കുറച്ച് ദിവസം മുമ്പും അയാൾ ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നോക്കിയതല്ലേ. അന്ന് അമ്മ കണ്ടതുകൊണ്ട് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. ഇന്നിപ്പോൾ അയാളെയും അമ്മയെയും ജയിലിൽ കയറ്റിയതിൻ്റെ പ്രതികാരം തീർത്തതാണ് അയാൾ എന്നെല്ലാം മഹി പറയുമ്പോൾ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അനന്തുവേട്ടാ. നമ്മുടെ വീട് മഹിക്കും കുഞ്ഞിനും സുരക്ഷിതമാണെന്ന് കരുതിയിട്ടാണ് കണ്ണേട്ടൻ മഹിയെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിപ്പിച്ചത്.
സമ്മതിച്ചത്. ഇവിടെ മഹിക്കും കുഞ്ഞിനും ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടന് അത് സഹിക്കാൻ കഴിയില്ല എന്ന് ലേഖ പറയുമ്പോൾ, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി അതിലൂടെ അമ്മയുടെ കണ്ണീര് കാണാനാണ് അയാളും അയാളുടെ അമ്മയും ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് ലേഖ പറയുന്നുണ്ട്, ഇത്തവണ ഇതെങ്ങനെ വെറുതെ വിടാൻ പാടില്ല അനന്തുവേട്ടാ. കരുണ വന്ന് മഹിയുടെ അമ്മയുടെ കൈയും കാലും പിടിച്ചപ്പോഴാണ് മഹിയുടെ അമ്മ കേസ് പിൻവലിക്കാനായിട്ട് തയ്യാറായത്. വിടുന്നതിന് മുൻപ് SI അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഇനി മഹിക്കോ മഹിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനോ അമ്മയ്ക്ക് എതിരായി എന്തെങ്കിലും ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ ആജീവനാന്തം ജയിലിൽ കിടക്കുമെന്ന്. അയാൾ അതിന് പുല്ലിൻ്റെ വില പോലും കൽപ്പിച്ചില്ലല്ലോ. ഒരു തെളിവും ഇല്ലാതെ ഈ കൃത്യം ചെയ്തു എന്ന് ആയിരിക്കും അയാൾ കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ CCTV ഉണ്ടെന്നുള്ള കാര്യം അയാൾക്ക് അറിഞ്ഞില്ലല്ലോ. അത് നമുക്ക് വലിയൊരു തെളിവ് തന്നെയാണ്. അതുകൊണ്ട് ഇത്തവണ അയാളെ കൊടുക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ലേഖ. അപ്പോൾ കണ്ണനാണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞ് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അനന്ത് തന്നെ വീട്ടിൽ കയറിയ അയാളെ കൈയോടെ പിടികൂടുന്നുണ്ട്. തുടർന്ന് അയാളുടെ മൊഴി വെച്ച് പ്രതാപൻ തന്നെയാണ് അയാളെ ഇങ്ങനെ ഒരു കൃത്യത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള കാര്യം അയാളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ SI ആണെങ്കിലും പ്രതാപനും അമ്മയ്ക്കും അവസാനം താക്കീത് നൽകി വിട്ടയച്ചതാണ്. മഹാലക്ഷ്മിക്കോ മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനോ അമ്മയ്ക്ക് എതിരായിട്ട് ഇനി എന്തെങ്കിലും ഒരു ദ്രോഹം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല എന്നൊരു താക്കീത് അവസാനം നൽകിയതാണ്. അപ്പോൾ അവരാണെങ്കിലും മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് ഇനി ഒരു ദ്രോഹവും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുക എന്നുള്ളത് വലിയൊരു ക്രിമിനലായിട്ടുള്ളൊരു കുറ്റം തന്നെയാണ്. അപ്പോൾ ഇതേസമയം പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ അവരിങ്ങനെ സന്തോഷിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞില്ലാതാവും. അതോടുകൂടി അവർക്ക് ഏറ്റ അപമാനത്തിന് അവർ പ്രതികാരം ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ ആലോചിച്ച് അവരിങ്ങനെ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഈ കൃത്യം ചെയ്തു എന്ന് കരുതിയിരുന്ന പ്രതാപനെയാണെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി, അതായത് CCTV ദൃശ്യങ്ങളിലെ എല്ലാ തെളിവുകളോടും കൂടി SI വീണ്ടും പിടികൂടുന്നുണ്ട്. കൈയോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ പ്രതാപനെ തൻ്റെ കൺമുന്നിൽ വെച്ച് SI തല്ലിച്ചതച്ചത് നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് തൻ്റെ മകൻ പോകുന്നത് എന്നറിഞ്ഞ് ചങ്ക് പൊട്ടി കരയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണയും മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്